കർത്താവിന്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്തീയ വന്ദനത്തെ ചൊല്ലുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിപ്പാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ പ്രധാനമായ സ്ഥാനം വഹിച്ച, അചഞ്ചലമായ സ്ഥാനം വഹിച്ച ഒരു സ്ത്രീ രത്നത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്റെ സൗണ്ട് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ സംസാരിക്കുന്ന ആ സ്ത്രീ രത്നത്തിന്റെ പേര് ഡെബോറ എന്നാണ്. ഡെബോറ എന്ന വ്യക്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ചരിത്ര സംഭവമാണ്, കഥയല്ല, ചരിത്ര സംഭവം തന്നെയാണ്. ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന, ജീവൻ നൽകുന്ന ഒരു പേരാണ് ഡെബോറ എന്ന പേര്. ഡെബോറയെ കുറിച്ച് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അനേക പുരുഷന്മാരുടെ ഇടയിൽ ഒരു ഏക സ്ത്രീയാണ് കാണുന്നത്. ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ ന്യായപാലനം ഇസ്രായേലിന് വേണ്ടി ചെയ്ത ഏക വനിതയുടെ പേരാണ് ഡെബോറ. യോശുവയുടെ കാലശേഷം ഇസ്രായേലിന് നേതൃത്വം കൊടുക്കുവാൻ, ഇസ്രായേലിന് ഗൈഡൻസ് കൊടുക്കുവാൻ ആരും തന്നെ ഇല്ലാതിരുന്നപ്പോൾ ദൈവം ആദ്യമായി തിരഞ്ഞെടുത്തൊരു ഒരു വ്യക്തിയുണ്ട്, ഒത്നിയേൽ എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് ഒക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒത്നിയേലിനെ തിരഞ്ഞെടുത്ത് കാണുന്നു. ഒത്നിയേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും ധീരനായ ഒരു വ്യക്തിത്വമാണ്. കാലേബിന്റെ മരുമകനാണ് ഒത്നിയേൽ. കാലേബ് തന്റെ മകൾ അക്സയെ ഒത്നിയേലിനാണ് കൊടുത്തിരിക്കുന്നത്. കിര്യത്തർപ്പ പിടിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകളെ കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ധീരനായ വ്യക്തിയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ന്യായാധിപന്മാർ കാലഘട്ടങ്ങളിൽ ന്യായപാലനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നവരെല്ലാം ധീരരായ മനുഷ്യരാണ്. അത് ഏറ്റവും അധികമായ ധീരത കാണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ദൈവത്തിന് ഇഷ്ടപ്രകാരം വിജയം പ്രാപിച്ചിരിക്കുന്ന ആളിൽ ഒരാളാണ് നമ്മുടെ കഥാപാത്രം, അല്ലെങ്കിൽ നമ്മുടെ കഥ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ചരിത്ര സംഭവത്തിലെ ഈ ദെബോറ എന്ന വ്യക്തി. ദെബോറയെ സംബന്ധിച്ച് നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെ പേര് രണ്ട് പേരെ കാണാൻ കഴിയുന്നുണ്ട്. ദെബോറ എന്ന പേരിൽ രണ്ട് ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ 24-ാം അധ്യായം 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റിബേക്കയുടെ ധാത്രിയായ ദെബോറയെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ദെബോറയ്ക്ക് മുമ്പുള്ളൊരു ദെബോറയാണ്. അത് വളരെ വിശ്വസ്തയോടും വളരെ ഉത്സാഹത്തോടും കൂടി ആ കുടുംബത്തിന് വേണ്ടി നിന്ന് പ്രവർത്തിച്ച ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആ ധാത്രിയായ ദെബോറ. അവരുടെ മരണവും അവരെ അടക്കിയതും അതിനുശേഷം അവരോടുള്ള സ്നേഹം നിമിത്തം ആ കുടുംബം അവർക്ക് കൊടുത്ത പ്രാതിനിധ്യമൊക്കെ നമ്മൾ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വിലാപമൊക്കെ കൊടുക്കുന്നത്, ഏറെ നാൾ വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥമാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഏക വ്യക്തിയാണ് നമ്മുടെ ന്യായാധിപയായിരിക്കുന്ന ദെബോറ. ഒരു പ്രാർത്ഥനാ വീരിയാണ് നമ്മുടെ ന്യായാധിപയായ ദെബോറ എന്ന് നമുക്ക് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഇസ്രായേൽ ഗോത്രത്തിലെ ഇസ്സാഖാർ എന്ന ഗോത്രമാണ് ദെബോറയുടെ ഗോത്രം. ലേയയ്ക്ക് ഉണ്ടായ മകനാണ്. യാക്കോബിന്റെ ഭാര്യയായ റാഹേലും ലേയും ഉള്ളതിൽ ലേയയുടെ മകനാണ് ഇസ്സാഖാർ ഗോത്രത്തിൽ ജനിക്കപ്പെട്ട സ്ത്രീരത്നമാണ് ദെബോറ. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ദെബോറ ഒരു വളരെ പ്രമുഖയായ ഒരു വനിതയാണ്. പേരിന്റെ അർത്ഥം തേനീച്ച എന്നാണ് പേരിന്റെ അർത്ഥം. തേനീച്ചയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ തേനീച്ച ശരിക്കും ധീരതയും അതുപോലെ യൂണിറ്റിയും അതുപോലെ ശ്രമിക്കുന്നവരാണ്. അവർക്ക് വിന്റർ സീസണോ അല്ലെങ്കിൽ സമ്മർ സീസണോ അവരുടെ സീസണുകൾ എന്തെല്ലാം വ്യതിയാനം വന്നാലും അവരതിനെ ഗണിക്കാതെ അവർക്ക് വേണ്ടിയുള്ള ശേഖരണം നടത്തുന്നതിൽ ഒന്നിച്ചു കൂട്ടായ്മയിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് തേനീച്ചകൾ. അപ്പൊ തേനീച്ച എന്നാണ് ഈ ദെബോറ എന്ന വാക്കിന്റെ അർത്ഥം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ഓരോ അർത്ഥത്തിലാണ് അവർ പേരിടുന്നത്. അവരുടെ സന്ദർഭത്തെ, സാഹചര്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ കുഞ്ഞുങ്ങൾക്ക് പേരിടും. അങ്ങനെ ഈ മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഉൽപ്പത്തിയിലുള്ള ഈ റിബേക്കയുടെ ധാത്രിയായിരിക്കുന്ന ആ സ്ത്രീയുടെ വിശ്വസ്തതയും പ്രവൃത്തികളും ഒക്കെ ഇവർ ചരിത്രങ്ങൾ പഠിക്കുന്നവരാണ്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവരുടെ കുഞ്ഞിന് തേനീച്ച എന്ന് പേരിട്ടു. അപ്പൊ ഇസ്രായേലിന്റെ ന്യായാധിപയായി ഈ മഹിളാ രത്നം പ്രവാചകി എന്നാണ് കാണിക്കുന്നത്. പ്രവാചകി എന്നാണ് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം മുതലാണ് നമുക്ക് ഈ
മഹിളാ രത്നത്തെ കാണാൻ കഴിയുന്നത്. 4ഉം 5ഉം അധ്യായം, 2 അധ്യായം കൊണ്ട് ഇസ്രായേൽ ചരിത്രം മാറ്റിമറിച്ച ഒരു വനിതയാണ് ദെബോറ. യഹോവയ്ക്ക് അനിഷ്ടമായത് ഇസ്രായേൽ മക്കൾ ചെയ്തപ്പോൾ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. എല്ലാ സമയത്തും ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള അനീതിയായ പ്രവർത്തനം, ദൈവത്തെ വിട്ടുള്ള, ദൈവവചനം വിട്ടുള്ള അവരുടെ ജീവിത രീതികൾ വരുമ്പോൾ ദൈവം എപ്പോഴും അവരെ ആർക്കെങ്കിലും അടിമയാക്കി തീർക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ മേൽ സ്ഥാനം വഹിക്കാൻ വരും. അവരുടെ നന്മയും അവരുടെ അധികാരവും അവരുടെ സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും ഇസ്രായേലിന് വരുന്നത്. ഇങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കനാന്യ രാജാവ് യാബീനാണ് വിറ്റുകളഞ്ഞത്. വിറ്റുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ, ഈ യാബീൻ അല്ലെങ്കിൽ കനാന്യ രാജാവ് ആധിപത്യം പുലർത്തി ഇവരുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കളയാണ്. അവന്റെ സേനാപതി ജാതികളുടെ അരോശ്യത്തിൽ പാർത്തിരുന്ന സീസറയുമായിരുന്നു. അപ്പം വളരെ ശക്തനായ ഒരു സേനാപതിയുമുള്ള ഒരു രാജാവാണ്. അവർക്ക് 900 ഇരുമ്പുരഥവും അവർക്ക് ധാരാളം അതുപോലെ തന്നെ കാലാൾപ്പടയും എല്ലാ നിലയിൽ യുദ്ധസന്നാഹമുള്ള ഒരു രാജാവായിരുന്നു കനാന്യ രാജാവ്. ഇസ്രായേൽ മക്കളെ ഇവർ 20 സംവത്സരം കഠിനമായി ഞെരുക്കി എന്നാണ് വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ഞെരുക്കം അനുഭവിക്കുമ്പോഴത്തേക്കും യഹോവയോട് നിലവിളിച്ചു. ഈ കാലഘട്ടത്തിലാണ് നമ്മളുടെ ഈ ദെബോറ എന്ന വനിത അല്ലെങ്കിൽ ന്യായാധിപ ആയിട്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ആ സഹോദരിയെ എഴുന്നേൽപ്പിച്ചു. അവർ എബ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. അപ്പം ഒരു ഈന്തപ്പനയുടെ കീഴിൽ പാർത്തുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവാചകിയായ ദെബോറ, 4-ാം വാക്യത്തിൽ ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു എന്നാണ് വായിക്കുന്നത്. അപ്പം ഈ പ്രവാചകി ന്യായപാലനം ചെയ്തു. ഒരു പ്രവാചകിയായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതലിന് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചും ഇന്ന് ആയിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചും ദൈവവുമായ ഒരു അഭേദ്യ ബന്ധം ഉണ്ടായിരിക്കണം. ആ അഭേദ്യ ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മാത്രമേ സാധിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ദെബോറ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെബോറ ഒത്തിരി സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യ സമയം. അത് കഴിയുമ്പോൾ അത് വളർന്നു. ആ സഹോദരി വിവാഹം കഴിപ്പിച്ചു വിട്ടു. ലെപ്പിദോത്തിന്റെ ഭാര്യയായി തീർന്നു നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലെപ്പിദോത്തിന്റെ ഭാര്യയായിരുന്നപ്പോഴും അവർക്ക് ദൈവം കൊടുത്ത ദൈവത്തിന്റെ കൃപ നഷ്ടമാക്കാതെ ഒരു ഭാര്യയായി, ഒരു മകളായി, ഒരു മരുമകളായി, ഒരു നാത്തൂനായി ഒക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഭാഷയിൽ. അപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഇടയിൽ തന്നെയാണ് ദൈവത്തിന്റെ ന്യായാധിപയായിട്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ രാജ്യം ഭരിക്കുവാൻ ആണും ശക്തരും അല്ലെങ്കിൽ ശക്തരും ആരോഗ്യമുള്ളവരും ദൃഢഗാത്രന്മാരും ആയിരിക്കുന്ന പുരുഷന്മാരെ എല്ലാം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ആലോചനകൾ പറഞ്ഞു കൊടുത്ത് നടത്തിയ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകിയാണ്, പോരാളിയാണ്, പാട്ടുകാരിയാണ്, ധീര ഭരണാധികാരിയാണ്, ഇസ്രായേൽ ജനതയുടെ ആത്മീക മാതാവാണ്. അപ്പം എത്ര നാമകരണമുണ്ട്, എത്ര സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഈ സഹോദരി ഇവിടെ ന്യായപാലനം ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ന്യായവിസ്താരം അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ, ഇന്ന് നമ്മൾ കോടതികളിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് ദൈവദാസന്മാരെടുക്കെ പോയി പ്രാർത്ഥിക്കുകയും, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ദൈവമക്കളോട്, ദൈവകൃപയുള്ളവരോട് സംസാരിച്ച് സമാധാനവും ആശ്വാസവും ദൈവാലോചനയും പ്രാപിക്കുകയും ചെയ്യുന്നത് പോലെ ഇസ്രായേലിന്റെ മുഴു ജനതയ്ക്കും ഒരാശ്വാസവും സമാധാനവും ഉപദേശവും ആലോചനയും പറഞ്ഞു കൊടുക്കുവാനും അവരുടെ നീതിന്യായ വ്യവസ്ഥിതികളെ ക്രമപ്പെടുത്തുന്നതിനും വേണ്ടിയും ഈ സഹോദരിയുടെ അടുക്കൽ വരിക പതിവായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നോക്കിക്കാണാം എത്രമാത്രം ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുവാൻ സാധിച്ചത്. അപ്പം അത്രമാത്രം ദൈവവുമായൊരു സംസർഗം പുലർത്തുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ കനാന്യ രാജാവ് ഇവരെ കഠിനമായി പീഡിപ്പിച്ചപ്പോൾ ഇവരുടെ നിലവിളി ദൈവം കേട്ടിട്ട് ദെബോറ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ബാരാക്കിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ബാരാക്കിനെ വിളിച്ചു വരുത്തി
യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. അവൾ 6-ാം വാക്യത്തിൽ അവൾ അബീനോവാമിന്റെ മകനായ ബാരാക്കിനെ കാദേസ് നഫ്താലിയിൽ നിന്നും വിളിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. അങ്ങനെ പറയാണ്. അപ്പൊ കൃത്യമായ ദൈവാലോചനയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നീ എന്ത് ചെയ്യണം, എവിടെ ചെല്ലണം, എവിടെ എന്ത് ചെയ്തു, ആരെയൊക്കെ കൂട്ടണം യുദ്ധത്തിന് എന്നെല്ലാം വ്യക്തമായിരിക്കുന്ന ആലോചന പറഞ്ഞു കൊടുക്കുന്നു. അതിന് താഴേക്ക് നോക്കുമ്പോൾ, ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു. അപ്പം യുദ്ധം എങ്ങനെ ചെയ്യണമെന്നും എവിടെ വെച്ച് ജയം തരുമെന്നും എവിടെ വെച്ച് സീസറയെ തോൽപ്പിക്കുമെന്നും എല്ലാം നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നുവെന്നും വ്യക്തമായിരിക്കുന്ന ദൈവാലോചന പ്രാപിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരും അല്ലെങ്കിൽ കുടുംബസ്ഥരായിരിക്കുന്നവർക്കും വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നവർക്കും യൗവനക്കാർക്കും ബാല്യക്കാർക്കും എല്ലാം ഏറ്റവും അത്യന്താപേക്ഷമായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൽ നിന്നും വ്യക്തമായ ആലോചന പ്രാപിക്കുന്ന ഒരു സ്വഭാവം. അതിന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നാം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത്. നാം 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, ദൈവം സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് നാം ഹൃദയം വിഷമിച്ച് എഴുന്നേറ്റ് പോകുന്നവരാകരുത്. നാം ഒരു പ്രാർത്ഥനാ വിഷയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അതിന്റെ മറുപടി പ്രാപിക്കുവോളം, നമ്മുടെ വിളിയേയും തിരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാപിക്കുവോളം നാം ദൈവവുമായി സംസർഗം പുലർത്തി അതിന്റെ ആലോചന വ്യക്തമായി പ്രാപിക്കണം. അങ്ങനെ വ്യക്തമായി ദൈവാലോചന പ്രാപിക്കുന്ന ഒരു സഹോദരി എന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് ഈ ദെബോറയെ ഇസ്രായേലിന് വേണ്ടി ദൈവം നിയോഗിക്കുവാൻ ഇടയെത്തുന്നത്. അതല്ലാതെ അല്ലെങ്കിൽ ഒരിക്കലും ഒരു സഹോദരിയെ ഈ പുരുഷന്മാരുടെ ഇടയിൽ ന്യായപാലനത്തിനായി ദൈവം വിളിക്കുകയില്ല. അതും ഈന്തപ്പനയുടെ കീഴിൽ ഇരുന്നുകൊണ്ട്. ഈന്തപ്പന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഉള്ളതായിട്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല. ഒരു ഈന്തപ്പന എന്നാ പറയുന്നത്. ഈന്തപ്പന എന്ന് പറയുമ്പോൾ ഞാൻ ആ ബൈബിൾ വാക്യത്തിൽ ഈന്തപ്പനയും തന്നെ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട്, അപ്പൊ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിലും ദൈവശബ്ദത്തെ സ്വീകരിക്കാൻ കഴിയുന്ന വിൽ പവർ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. വിൽ പവർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ്. പിന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യാരക്ടറും ഉണ്ട്, തീരുമാനങ്ങളുണ്ട്, അവർക്ക് തീരുമാനങ്ങളുണ്ട്, ദൃഢനിശ്ചയമുണ്ട്, അവർക്കൊരു ദൈവവുമായി നല്ലൊരു ബന്ധമുണ്ട്. അതൊക്കെയാണ് അവരെ കൂടുതൽ. അതിനൊരു പക്വതയുണ്ട്, ഒരു സംയമന ക്യാരക്ടറുണ്ട്, മിതഭാഷണമുണ്ട്, പരിജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവർക്ക് കൊടുത്തു, വിവേകമുള്ളത്, ആത്മസംയമനം പ്രാപിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം, നിശ്ചയദാർഢ്യമുള്ളൊരു ഹൃദയം, അതുപോലെ ദീർഘദൃഷ്ടിയുള്ള ഒരു മനസ്സ്, ധൈര്യം. ആ ധൈര്യം നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, അങ്ങനെ പോകാൻ പറയുമ്പോഴത്തേക്ക് സീസറയുമായിട്ട് യുദ്ധത്തിന് പോകാൻ പറയുമ്പോൾ ഈ ബാറാക്ക് പറയുന്നുണ്ട്, ഞാൻ പോകത്തില്ല, എനിക്ക് തന്നെ പോകത്തില്ല, നീയും എന്റെ കൂടെ വരികയാണെങ്കിൽ പോകാമെന്ന്. അപ്പോഴത്തേക്കും ഈ സഹോദരി പറയാണ്, ശരി ഞാൻ വരാം, പക്ഷെങ്കിൽ അവിടെയും ഒരു ദൈവാലോചന പറയാണ്, ഞാൻ വരാം, പക്ഷെ യഹോവ ഒരു സ്ത്രീയുടെ കയ്യാൽ സീസറയുടെ മേൽ ഒരു ജയം പ്രാപിച്ചു എന്നുള്ളത് പേര് വരും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ദെബോരയും കൂടെ കയറി ചെന്നു. അപ്പൊ എത്ര ആളുകളുണ്ടെന്നോ ഇരുമ്പുരഥമുണ്ടെന്നോ സീസറയുടെ സൈന്യബാഹുല്യമോ ഒന്നും മനസ്സിലാക്കിയിട്ട് അതിനെ ഗണിക്കാതെ, അതിനെ ഭയപ്പെടാതെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ധീരത കാണിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ദെബോറ. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിൽ എന്നേക്കുമായി കൊത്തിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, സ്ത്രീരത്നമാണ് ദെബോറ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു പാഠവും, വിശ്വസ്തത, ധനശാലിത്വം, നിർമ്മതനായിരിക്കുന്ന പോലെ ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ ജാഗ്രതയുള്ള ഒരു സ്വഭാവം, വിശ്വാസം, സ്നേഹം, ഇതെല്ലാം ഈ ദൈവദാസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദൈവദാസിയുടെ അടുക്കലേക്ക് ആളുകൾ ചെല്ലുകയും അവർ ആലോചന പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് സ്നേഹം ഇല്ലാതെ ഇവർക്ക് ദൈവ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല, ദൈവാലോചന പകരാൻ കഴിയത്തില്ല. ന്യായാധിപയായിരിക്കുമ്പോൾ തന്നെയും ആ സഹോദരി ദൈവത്തിന്റെ ആലോചനകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും വരുവാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഓരോ വ്യക്തിപരമായ നിലയിൽ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ചെയ്തു വന്ന് പോരുന്നു എന്ന് നമ്മൾ ഇവിടെ 4-ാം വാക്യം 5-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഇങ്ങനെ ദൈവശബ്ദം പ്രാപിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും നാം നമ്മെ തന്നെ ഒന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ഈ ലപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ ഒരു ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്ന് അതുപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നൊരു ഭർത്താവ്. സാധാരണ ചില പുരുഷന്മാരെ നമുക്ക് കാണാറുണ്ട്, ഭാര്യ തന്നെക്കാൾ കഴിവും ശ്രേഷ്ഠതയും അല്ലെങ്കിൽ ശുശ്രൂഷയിലും ഒക്കെ മികച്ചു നിൽക്കുമ്പോഴത്തേക്കും അവർക്കൊരു ഷെയിം പോലെ തോന്നിക്കും. കാരണം അവർ പുരുഷനായതുകൊണ്ട് അവർക്ക് ആകാവുള്ളൂ എന്നുള്ള ചിന്തയിൽ. എന്നാൽ ഇവിടെ ലപ്പിദോത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിത്വമാണ്. മാക്സിമം തന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന, ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന തന്റെ ഭാര്യയെ നല്ല വ്യക്തിത്വമാണ് ഈ ലപ്പിദോത്ത്. അപ്പൊ എബ്രീം പർവ്വതത്തിൽ രാമയ്ക്കും മെഥേലിനും മധ്യേ ന്യായപാലനം ചെയ്തു വരികയും അതും ഈന്തപ്പനയുടെ കീഴിലിരുന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദെബോറ. അപ്പൊ ദെബോറയ്ക്ക് അതിലും പ്രശ്നമില്ല. ഈന്തപ്പനയുടെ കീഴിലായിരുന്നാലും തന്റെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തന്നെ തന്നെ വെച്ചുകൊടുത്ത, തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു നല്ല സഹോദരിയാണ്. നമുക്ക് തിമോഥെയോസിന്റെ ലേഖനത്തിലൊക്കെ സ്ത്രീകളെ കുറിച്ച് വിവരണം കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകൾ എങ്ങനെയായിരിക്കണം വിശ്വാസത്തിൽ ഒന്ന് തിമോഥെയോസിൽ കാണാൻ കഴിയും. എപ്രകാരമായിരിക്കണം സ്ത്രീകളുടെ ജീവിത രീതി, അവരുടെ സ്വഭാവം എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ തകർച്ചയുടെ അവസ്ഥയിൽ ആത്മാവിൽ അവർക്ക് ബോധം വരുത്തി കൊടുത്ത് ശത്രുവിനെതിരെ പൊരുതുവാൻ അന്ന് അക്ഷരികമായ ഒരു പൊരുതലാണ് അന്ന് നടത്തിയത്. ഇന്ന് നമുക്ക് ആത്മീയമായാണ് നാം പൊരുതേണ്ടത്. നമുക്ക് ജഡരക്തങ്ങളോടല്ല പോരാടേണ്ടത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളോടാണ് ഇന്ന് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥനയും ആത്മാവിന്റെ ശക്തിയുടെ അളവും വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളിൽ എത്രമാത്രം ആത്മസാന്നിധ്യമുണ്ടോ, നമ്മളിൽ എത്രമാത്രം പ്രാർത്ഥനയുടെ അളവുണ്ടോ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവമായുള്ള ഒരു ബന്ധമാണ്. ദൈവത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്, നമ്മളെ തന്നെ കാണുകയാണ്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോട് സമർപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ബന്ധമാണ്, പരസ്പര ബന്ധമാണ്. അവിടുന്ന് താങ്ക്സ് കൊടുക്കുകയാണ്, അതുപോലെ ദൈവത്തിൽ നമ്മൾ പ്രാപിക്കുകയാണ്. അതാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിത രീതിയിൽ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന അവസ്ഥയിൽ നിന്നും നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് നാം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടിയും കൂടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഞെരുക്കം വർദ്ധിച്ചപ്പോൾ ഇസ്രായേൽ മക്കളെ ഈ കനാന്യ രാജാവായ യാബീൻ ഞെരുക്കി 20 വർഷം ഞെരുക്കിയപ്പോൾ ഈ സഹോദരി ദൈവത്തിൽ നിന്ന് ഒരു ആലോചന പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് ഒരു ശബ്ദം കൃത്യമായത് കേട്ടു. എന്നിട്ട് ബാരാക്കിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഇവരെ ജയിക്കുവാനിടയായി. ഈ ഇസ്രായേൽ മക്കളെ അവരുടെ സാമ്പത്തിക നന്മകളെ എല്ലാം തിരിച്ചു പിടിക്കത്തക്കവണ്ണം എല്ലാം ഇനി കൊണ്ടുപോകാത്ത അവസ്ഥയിൽ അവർക്ക് സ്വസ്ഥത, 40 വർഷത്തേക്ക് അവർക്ക് സ്വസ്ഥത വരത്തക്കവണ്ണം 40 വർഷം ഒരു സഹോദരി ഇസ്രായേൽ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരം, എത്ര നല്ല ഭരണം, എത്ര നന്നായി ദൈവവുമായി ബന്ധം പുലർത്തി. അതുപോലെ തന്നെ ഈ ഒരു പോരാളിയും കൂടെയാണ്. അതുകൊണ്ടാണ് കൂടെ പോകാൻ ഇടയെത്തുന്നത്. ആ ബരാക്കിന്റെ കൂടെ പോയിട്ട് യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്തു, അവിടെ ഒരു വിജയം വന്നു. സിസറെ കൊന്നത് എങ്ങനെയാ വെച്ചാൽ യായേലാണ് സിസറെ കൊന്നത്. യായേലിന്റെ അടുക്കലേക്ക് സിസറെ ചെല്ലാൻ കാരണം യായേലിന്റെ ഫാമിലിയും ഈ സിസറയുടെ അല്ലെങ്കിൽ രാജാവായ ഈ കനാന്യ രാജാവായ യാബീന്റെ ഫാമിലിയും തമ്മിൽ ഒരു നല്ല ടേംസ് ആയിരുന്നത് കൊണ്ടാണ് സിസർ ധൈര്യമായി യായേലിന്റെ ഭവനത്തിലേക്ക് കയറി ചെന്നത്. അപ്പൊ യായേൽ വളരെ വളരെ ബുദ്ധിപരമായി പ്രവർത്തിച്ച ഒരു സഹോദരിയാണ് യായേൽ. അപ്പൊ വാസ്തവമായും ഇവിടെ ഈ ദെബോറയും വളരെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ദൈവാലോചന പ്രാപിച്ചുകൊണ്ട് കൃത്യമായി അതിന്റെ പ്രവൃത്തികൾ ചെയ്തെടുത്ത് ഒരു വലിയ ജയം വന്നു. അതിനുശേഷം ഈ ദൈവദാസി പാട്ടുപാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാട്ടുപാടുന്നത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാട്ടുകാരിയായി എത്ര ശക്തമായി പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് എല്ലാ ഗോത്രങ്ങളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ഇവിടെ അരുളി ചെയ്ത് അവരുടെ ജയത്തെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു നല്ല പാട്ടുകാരിയായി നമുക്ക് ഈ ദൈവദാസിയെ കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈ റോളെല്ലാം ചെയ്യുവാൻ കഴിയും. ഈ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട ഓരോരുത്തരും പല പല ഏജിലുള്ളവരാണ്. കൊച്ചു പിള്ളേരുണ്ട്, യൗവനക്കാരായ പെൺകുട്ടികളുണ്ട്,
ആൺകുഞ്ഞുങ്ങളുണ്ട്, ബാല്യക്കാരായിരിക്കുന്ന അല്ലെ യൗവനക്കാരായ ആൺപിള്ളേരുണ്ട്. അവർക്കും ഇതുപോലെ തന്നെ എബേസിനെ നോക്കിയാൽ എബേസ് തന്റെ പ്രാർത്ഥന കൊണ്ടാണ് തന്റെ ലൈഫ് മാറ്റിയെടുത്തത്. വംശാവലി പറഞ്ഞു പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് എബേസിനെ കുറിച്ച് പറയും തിരുവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ. എബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്തു വേണം, എങ്ങനെ വേണം എന്നുള്ള ഒരു സ്ട്രക്ചർ കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ ദൈവം ആ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന കേട്ടിട്ട് അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫാമിലി ഇട്ട പേരൊക്കെ മാറ്റപ്പെട്ട് ആ ബാക്ക്ഗ്രൗണ്ടോ ഫാമിലി പരമായിരിക്കുന്ന തിക്ത അനുഭവങ്ങളോ ഇല്ലാതെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കയറാൻ എബേസിന്റെ പ്രാർത്ഥനയാണ് ഇടയായി തീർന്നത്. എന്നതുപോലെ തന്നെ ഈ സഹോദരിയെ ദൈവം നോക്കി വെച്ചത് എന്താന്ന് ചോദിച്ചാൽ ഈ പെൺകുഞ്ഞിന്റെ പ്രാർത്ഥനാ ജീവിതവും അവളുടെ സ്വഭാവ രീതികളും ഒക്കെയാണ് ദൈവം നോക്കി വെച്ചത്. അപ്പൊ ഒരു ധീരതയും ഒരു ധൈര്യം വേണം, ഒരു കനശാലിത്വം വേണം. സഹോദരിമാർക്ക് ഒരു കനശാലിത്വം വേണം, ഒരു ധൈര്യം വേണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ഉണ്ടാവും. ഇതുപോലെ ഇവർക്ക് യുദ്ധം വന്നു. ഇവരെ ഇങ്ങനെ ഒരു കനാന്യ രാജാവാണ് യാബീനാണ് ഇവരെ ഭരിച്ചതെങ്കിൽ, ഇവരുടെ നന്മകൾ കൊണ്ടുപോയതെങ്കിൽ, ഇന്ന് നാം അറിയാത്ത അദൃശ്യ മണ്ഡലങ്ങളിൽ നമുക്കെതിരെ നിന്ന് വ്യാപരിക്കുന്ന സാമ്പത്തിക നഷ്ടം വരുത്തുന്നതും നമ്മുടെ കുഞ്ഞുങ്ങളെ അനാത്മീയത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ ജീവിതത്തിലും നമുക്കെതിരെ അപവാദങ്ങൾ ഉണ്ടാക്കിയും നമ്മുടെ ബലത്തെ കെടുത്തിയും നമ്മുടെ കുടുംബത്തിലുണ്ടാകേണ്ട അനുഗ്രഹങ്ങളെ ഇല്ലായ്മയാക്കിയും നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട സ്വസ്ഥതയും സമാധാനവും നൽകാതെയും നാം അറിയാതെ നമ്മെ ഭരിക്കുന്ന പല നിലപാടുകളിലുള്ള രാജാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഞെരുക്കുന്ന വസ്തുതകളുണ്ട്, അന്ധകാര പ്രവർത്തനങ്ങളുണ്ട്. അതിനെ മേൽ ജയിക്കുവാൻ ഈ ദബോറയെ പോലെ നാം ഓരോരുത്തരും ധീരരായി ഇനി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. നാം ചെയ്യേണ്ടത് ആദ്യമേ നാം ദൈവവുമായുള്ള ബന്ധം ആഴമായി സ്ഥാപിക്കുക, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തിൽ നമ്മൾ ശബ്ദം കേൾക്കുക, വ്യക്തമായ ദൈവ ആലോചന ആകുക. നാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ പ്രവാചകന്മാരായി മാറണം. ഇനി തൊട്ട് ഓരോ കുടുംബത്തിലും നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങളായിരിക്കുന്നവർ വളർന്നു വന്ന് അവരെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഇവിടെ ലപ്പീദോത്തിന്റെ ഭാര്യയെ എത്തുന്നത് പോലെ ദൈവം കരുതിയിരിക്കുന്ന ഒരുപക്ഷെ രൂത്തിലേക്ക് വന്ന രൂത്തിനെ നവോമിയോട് കേട്ടറിഞ്ഞ കുറച്ച് അനുഗ്രഹങ്ങൾ, കുറച്ചു പ്രാർത്ഥന രീതികൾ, കുറച്ചു കാലഘട്ടത്തിൽ ഒരു ബന്ധം, നവോമിയോടുകൂടെ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം ആ സഹോദരിക്കുണ്ട്. അവിടെ ഒരു ധീരമായ പ്രവൃത്തിയാണ് കാണുന്നത്. അത് ചെന്നെത്തിയത് ഒരു നല്ല ബോവസിലേക്ക്, ഒരു ധനവാനിലേക്കാണ് ചെന്നെത്തിയത്. ഒരു ആത്മീയ ധനത്തിലേക്കും ചെന്നെത്തി, ഭൗതിക ധനത്തിലേക്കും ചെന്നെത്തി. കാരണം ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പനായ ഓബേദിന്റെ അമ്മയായി തീരുവാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്നതുപോലെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളായിരിക്കുന്ന വിവാഹം കഴിക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ധീരതയും ഒരു പ്രാർത്ഥനാ ബന്ധവും ഒരു ദൈവവുമായുള്ള ആലോചന പ്രാപിക്കുന്നതും അവരുടെ ലൈഫിൽ എന്നും സക്സസ് ആക്കും. അവരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്കും. അവരുടെ ജീവിതം അവർക്ക് കൃത്യതയോടുകൂടെ മുന്നേറാൻ കഴിയും. അവർക്ക് കൃത്യമായിരിക്കുന്ന ദൈവ പദ്ധതിയുള്ള സ്ഥലത്ത് അവർ എത്തപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ചെല്ലുന്ന ഭവനത്തിലും അവരുടെ ജീവിതത്തിൽ നിന്നും വിജയികളായിരിക്കും. അവർ പലർക്കും മാതാവായിരിക്കും, പലർക്കും അവർ ആലോചനക്കാരിയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരിക്കലും ദൈവത്തോടുള്ള ബന്ധം വിട്ടുപോകരുത്. അതുപോലെ നിങ്ങളുടെ ക്യാരക്ടറിനെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ ചിന്തിക്കണം. പണ്ടത്തെ പോലെയല്ല, എന്റെ കാലത്തെ പോലെയല്ല, ഈ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്നായിരിക്കുന്ന മാതാപിതാക്കളെ പോലെയല്ല. ഈ കാലഘട്ടം വളരെ ടെക്നോളജിയിൽ എല്ലാ നിലയിലും വളർന്നിരിക്കുന്ന ഒരു യുഗത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പലതും കണ്ടും കേട്ടും സ്റ്റഡി ചെയ്തും നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അപ്പം അങ്ങനെ കുറച്ചുകൂടെ അറിവ് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. അപ്പൊ എന്തൊക്കെ ശരിയാണ്, എന്തൊക്കെ തെറ്റാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ഞാൻ ജയിക്കുന്ന ഒരു വ്യക്തിയായി തീരുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഞാൻ എന്റെ ഭവനത്തിൽ അല്ല, ദൈവം എനിക്ക് ഒരുക്കുന്ന മറ്റൊരു ഭവനം, ആ ഭവനത്തിൽ ഒക്കെ ഞാനൊരു വീട്ടമ്മയായിരിക്കുമ്പോഴും ഈ ഡെബോറയ്ക്ക് മക്കളെ കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുന്നില്ല. എന്നാൽ പക്ഷെ വീട്ടിലെ ഒരു സ്ത്രീയാണ്, ഒരു ഭാര്യയാണ്. ഒരു ഭാര്യയായിരിക്കുമ്പോൾ തന്നെയും ഞാനൊരു ധീര പോരാളിയായിരിക്കാനും, ഒരു ധീര ഭരണാധികാരി, ആത്മീയ ദൂതുകൾ പറഞ്ഞു കൊടുത്ത്, ആത്മീയ ആലോചനകൾ കൊടുത്ത് ആ കുടുംബത്തിലെ എല്ലാവരെയും ദൈവത്തിന്റെ കൃപയിൽ നിർത്തുന്ന, അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ ജയിച്ചു മുന്നേറാൻ കഴിയുന്ന ഒരു നല്ല ആത്മീയ ഭരണാധികാരിയായി
നിൽക്കുവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരെയും ഭരിക്കുക എന്നോ അവരുടെ മേൽ അനുസരണം കെട്ട പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എടുത്തിയാട്ടക്കാർത്തിയാകുക എന്നുള്ളതല്ല. ആ കുടുംബത്തിന് വേണ്ട സ്നേഹത്തോടെ അല്ലെങ്കിൽ ആത്മാവിന്റെ കൃപയോടെ ആ ഭവനത്തിനെ രക്ഷിച്ചെടുക്കുവാൻ, ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കുവാൻ, അതുപോലെ ചെല്ലുന്ന സഭയെ ആത്മാവിൽ പ്രാർത്ഥിച്ച് വ്യക്തിപരമായി ദൈവം നമുക്ക് കൈമാറുന്ന ആലോചനകൾ പകർന്നു കൊടുത്ത് അതിന്റെ ആത്മീയ പക്വതയോടുകൂടെ ആലോചനകൾ കൈമാറി വളരെ വിവേകത്തോടുകൂടെ ദൈവാലോചനയും വെളിപ്പാടുകളും സ്വപ്നങ്ങളും ഒക്കെ കൈമാറുന്ന ഒരു വ്യക്തിത്വമായി തീരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് നാം ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ പാട്ടുകാരിയായി തീർന്നു. ഈ സമയത്ത് ആത്മാവിന്റെ നിറവിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ താലന്തുകൾ നമ്മിൽ പകരും. നാം അറിയാത്ത പല താലന്തുകളും നമ്മിലേക്ക് പകരും. അപ്പൊ ഇവിടെ ഈ സഹോദരിക്ക്, ഈ ഡെബോറ എന്ന ന്യായാധിപയ്ക്ക് പാട്ട് പാടാനുള്ള കഴിവ്, അതും ചുമ്മാ ഒരു പാട്ടല്ല, ആ ഗോത്രം, ഇസ്രായേൽ ഗോത്രത്തെ കുറിച്ചുള്ള മുഴുവൻ ഗോത്രങ്ങളെ കുറിച്ച് പേരുകൾ പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ, അവർക്ക് വരാനിരിക്കുന്നത്, എങ്ങനെ ദൈവം ജയം നൽകി എന്നെല്ലാമുള്ള, സീസറയെ കുറിച്ചുള്ള കാര്യങ്ങൾ, യായേലിനെ അപ്രീഷിയേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം വിവിധ മേഖലകളെ ടച്ച് ചെയ്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയായിക്കൊണ്ട് പാട്ടുപാടി ഇവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നും ഇത് മാഞ്ഞു പോകാത്ത, കല്ലിൽ കോറിയിട്ടതുപോലെ, കല്ലിൽ എഴുതിയിട്ടതുപോലെ മായ്ക്കാൻ ആർക്കും കഴിയാതെ വണ്ണം വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവമായി തീർന്ന വ്യക്തിത്വമാണ് ഡെബോറ. ആ ഡെബോറയെ പോലെ അധികമൊന്നും ഒത്തിരി പേജുകളൊന്നും എഴുതിയില്ലെങ്കിലും, ഒത്തിരി പുസ്തകങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും, ചെറിയ 2 അധ്യായങ്ങൾ കൊണ്ട് ലോക ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ലോക ജനതയുടെ ഉള്ളിൽ, ആത്മീയരുടെയും അനാത്മീയരുടെയും ഉള്ളിൽ എടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ അവർക്ക് വളരെ പ്രചോദനം നൽകപ്പെടുന്ന, വളരെ ആത്മീകമായും ഭൗതികമായ നിലയിലും പ്രവർത്തിക്കത്തക്കോണം വളരെ പ്രചോദനം നൽകപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഡെബോറ എന്ന വ്യക്തി. അപ്പം അതുപോലെ തന്നെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും ദൈവവുമായുള്ള ബന്ധമാണ് ഏറ്റവും ഈ വ്യക്തിത്വത്തെ രുചികരമാക്കി മാറ്റി, ഒരു തേനീച്ചയെ പോലെ ഒരു ധീരയാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവമുള്ളവളാക്കി മാറ്റി, ഉത്സാഹിയാക്കി മാറ്റിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നോക്കിയാൽ യോശുവ ഒരു ദൈവബന്ധമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് യോശുവ ദൈവത്തോട് സംസാരിച്ചിട്ട് ഇസ്രായേൽ മക്കൾ കേൾക്ക പറയുകയാണ്, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ഒരു ജയത്തിന് വേണ്ടി അധികാരത്തോടെ പ്രവർത്തിക്കുന്ന അനുഭവം, അത് ദൈവത്തോട് സംസാരിച്ചിട്ടെന്നാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള ദൈവത്തോടുള്ള സംസാരം, ദൈവത്തോടുള്ള ബന്ധം. ശൗലിനെ കുറിച്ചാണ് പറഞ്ഞത്, അവൻ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അനന്യാസിനോട് ദൈവത്തിന് ദൂതൻ പറയല്ല, ദൈവം പറയാണ് അവൻ പ്രാർത്ഥിക്കുന്നു. ആര്? ശൗൽ പ്രാർത്ഥിക്കുന്നു. എന്താണ്? അവന്റെ ഈ കണ്ണിന്റെ കാഴ്ച കിട്ടേണ്ടതിന് വേണ്ടി അനന്യാസ് എന്നൊരാൾ വന്ന് കൈവെക്കുന്നു എന്നുള്ള ആ കാഴ്ചപ്പാട്. അപ്പൊ കണ്ടോ, ആ തുടക്കത്തിൽ തന്നെ ആ ദൈവത്തിന്റെ ഭക്തൻ അല്ലെങ്കിൽ ആ ശൗൽ ഒരു പൗലോസായി മാറുന്നതിന് വേണ്ടി ഒരു കാഴ്ചപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്നും മറ്റൊന്നായി മാറ്റുവാൻ ദൈവവുമായുള്ള ബന്ധം നമ്മെ ഒരു ഉരുക്കു വനിതയാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ ഒരു ഉരുക്കു വ്യക്തിയാക്കി തീർക്കുവാൻ ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ലോക ജനതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും നാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ ഇടം പ്രാപിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ ജീവിതമാണ്. എല്ലാ നിലയിലേക്കും ഓരോ സ്ഥലത്തേക്കും തിരിക്കുന്ന യേശു കർത്താവെ നാം പഠിച്ചു നോക്കിയാൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എവിടെയും ഏത് തീരുമാനങ്ങൾക്ക് മുമ്പിലും യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. 4 ദിവസമായ ലാസറിന്റെ കല്ലിലൊക്കെ ചെന്നിട്ടും യേശു ദൈവത്തോട്, തന്റെ പിതാവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ എസ്തേറിനെ കുറിച്ച് നോക്കിയാൽ എസ്തേർ അനാഥയായി പോയി, എങ്കിലും ചിന്നപ്പന്റെ ഭവനത്തിൽ അനുസരണവും. അപ്പൊ ദൈവം ആ അനാഥയായിരിക്കുന്ന സഹോദരിയെ കണ്ടത് ഒരു ജനതയുടെ ഉദ്ധാരണത്തിനായിട്ട്. പ്രധാനമായിട്ടും ആ സഹോദരിക്ക് ഒരു അഡ്രസ് കൊടുത്തു, രാജാവിന്റെ ഭാര്യ എന്നുള്ളത്. അപ്പം അവളുടെ പ്രാർത്ഥന, യഹൂദന്മാരെ സംബന്ധിച്ചുള്ള പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ന്യായപ്രമാണം അനുസരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം രാജ്ഞിയായിരുന്നിട്ടും മൊർദെഖായി പറയുന്നത് അപ്പാടെ അനുസരിച്ചു. അവിടെ ഒരു ധീരത കാണിച്ചു. ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഉപവസിക്കുവാൻ തയ്യാറായി.
അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. ഉപവാസവും പ്രാർത്ഥനയും. തന്റെ പ്രാണനെ നോക്കിയില്ല, വെള്ളവുമില്ല, ആഹാരവുമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, അവരോടും പറഞ്ഞു, അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ധാത്രിമാരെ നിൽക്കുന്ന തനിക്ക് സഹായത്തിനായി നിൽക്കുന്നവരോടും കൂടെ പറഞ്ഞു, നിങ്ങൾ ഉപവസിപ്പീൻ. അപ്പൊ ഒരു ധീരമായ പ്രഖ്യാപനം ഇവിടെയും നമ്മുടെ ദെബോറ ധീരമായ ഒരു പ്രഖ്യാപനം ഒരു പുരുഷനോടാണ് ചെയ്തത്, ഒരു സൈന്യാധിപനോടാണ് ചെയ്തത്, ബാരാക്കിനോടാണ് ചെയ്തത്. നീ ചെന്ന് ഇങ്ങനെ 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 വേണമെന്ന്. അപ്പൊ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഒരു പുരുഷന് പോലും ഇല്ലാത്ത ധൈര്യമാണ് ദെബോറയിൽ കണ്ടത്. അതുകൊണ്ടാണ് ആ ബാരാക്ക് പറഞ്ഞ നീയും കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ കൂടെ വരും, പക്ഷെങ്കിൽ ജയം നിനക്ക് വരത്തില്ല, നിന്റെ അഡ്രസ്സിൽ വരത്തില്ല, എന്റെ ഒരു സ്ത്രീയുടെ അഡ്രസ്സിലായിരിക്കും എന്ന് പറഞ്ഞു. ആരാണ്? ആ സഹോദരിയാണെന്നുള്ളതല്ല, പക്ഷെ യായേൽ കൊന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ വിശ്വാസവീരന്മാരുടെ പട്ടിക വരുമ്പോൾ ബാരാക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അവിടെ ബാരാക്ക് ഉണ്ടെങ്കിലും അതിനേക്കാൾ വിശ്വാസത്തിന്റെ തീഷ്ണത കാണിച്ചതും ഉറപ്പുള്ളതും ഈ ദെബോറയ്ക്കായിരുന്നു. ദെബോറയാലാണ് അത് സംഭവിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. അപ്പോൾ വിശ്വാസത്തിന്റെ തീഷ്ണതയുള്ളവരായി, പ്രഖ്യാപനത്തിൽ ശക്തിയുള്ളവരായി, അതുപോലെ നിശ്ചയദാർഢ്യമുള്ളവരായി, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ദൈവകൃപയുള്ളവരായി, അഭിഷേകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നവരായി ഒരു ദെബോറയെ പോലെ ഒരു നാഴികക്കല്ലായി മാറത്തൊക്കവണ്ണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു നാഴികക്കല്ലായിരുന്നു. കുടുംബത്തിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയാലും കുടുംബത്തിൽ, സഭയിൽ നമ്മുടെ പേര് ഓർക്കത്തൊക്കവണ്ണം, നമ്മെ ദൈവകൃപയിൽ ഓർക്കത്തൊക്കവണ്ണം, അല്ലെങ്കിൽ അഹങ്കാരിയെന്നോ തന്നിഷ്ടക്കാരത്തെന്നോ ഉള്ള ദൈവകൃപയുടെ ഒരു അസറ്റായിരുന്നു, ദൈവരാജ്യത്തിന്റെ ഒരു അസറ്റായിരുന്നു ഇന്ന വ്യക്തി എന്ന് പറയത്തക്ക നിലയിൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിനെ അതിജീവിക്കുന്ന ഈ സഹോദരിമാരെല്ലാം ദൈവാലോചന പ്രാപിച്ചു നിന്ന് എല്ലാ സഹോദരിമാരും ദൈവത്താലുള്ള വിജയം പ്രാപിച്ചാണ് നാം കണ്ടിരിക്കുന്നത്. എസ്തർ ഒരു സമൂഹം മുഴുവൻ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ദെബോറ ഇസ്രായേൽ ജനതയെ മുഴുവൻ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ദാരിദ്ര്യത്തെ, അവരുടെ കഷ്ടതയെ, അവരുടെ ഞെരുക്കത്തെ, അവരുടെ കണ്ണുനീരിനെ, അവരുടെ എന്ത് പ്രശ്നത്തെയും പരിഹരിക്കത്തക്കവണ്ണം നിശ്ചയദാർഢ്യത്തോടുകൂടെ, ഉറപ്പോടുകൂടെ ദൈവത്തിന്റെ ശബ്ദം കൈമാറുന്ന ഒരു പ്രവാചകിയായി, ധീര പോരാളിയായി, പടയാളിയായി, വീട്ടമ്മയായി, ഭാര്യയായി, ഒരു പാട്ടുകാരിയായി നിലകൊണ്ടതുപോലെ വരും കാലഘട്ടങ്ങളിൽ സർവശക്തനായ ദൈവം ഈ എലിയോൺസ് ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ഗ്രൂപ്പിലുള്ള കുഞ്ഞു സഹോദരിമാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ശക്തീകരിക്കട്ടെ, അപ്രകാരമായി തീരട്ടെ എന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആശംസിച്ചുകൊണ്ടും എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. എനിക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന